വെള്ളം ചോദിച്ചുകൊണ്ട് തീവ്രവാദം തുടരാൻ ആകില്ല എന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയതിന് പിന്നാലെ ഇപ്പോൾ പുതിയ നീക്കവുമായി ഇന്ത്യ. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയിൽ ഒന്നായി തന്നെ അറിയപ്പെടുന്ന ചെനാബ് നദിയിൽ പുതിയ ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ കരണത്തടിച്ച മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അതിന് പ്രതികാരമായിട്ട് തന്നെ ഇന്ത്യ ആകട്ടെ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയാണ് ഉണ്ടായത്. പലകുറി പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയോട് ഒരു തുള്ളി വെള്ളത്തിനായി യാചിച്ചെങ്കിൽ പോലും കിട്ടിയില്ല എന്നതാണ് വാസ്തവം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയുമായി തന്നെ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാറിൽ നിർണായക നീക്കമാണ് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്രവും സൈന്യവും പലകുറി എടുത്ത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കം. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടുകളിൽ ഒന്നായ ചെനാബ് നദിയിൽ പുതിയ ജലവൈദ്യുത പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലവിതരണമാകട്ടെ ഇന്ത്യ നിർത്തിവെച്ചത് കനത്ത ആഘാതത്തിന് കാരണമായിരുന്നു. ഇപ്പോൾ ആകട്ടെ ഇന്ത്യ പുതിയ പദ്ധതി കൂടി നടപ്പിലാക്കുന്നത് പാകിസ്ഥാന് ഇരട്ടിയ അല്ലെങ്കിൽ വലിയൊരു കരണത്തടി അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ കിട്ടിയ ഒരു അടി പോലെ ആകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഇന്ത്യ ജലവിതരണം തടഞ്ഞിരിക്കുന്നത്. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയതാണ്. അതേപോലെ ജമ്മു കാശ്മീരിലെ കിസ്താവർ ജില്ലയിലാകട്ടെ 206 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ അനുമതി നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ജമ്മു കാശ്മീർ മേഖലയിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാന് അനുകൂലമായ വ്യവസ്ഥകൾ അത് പുനർപരിശോധിക്കുമെന്ന മുന്നറിയിപ്പ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം വന്നിരിക്കുന്നത്. അടുത്തിടെ തന്നെ ചെനാബ് നദിയിൽ 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സവാൽകോട്ട് പദ്ധതിക്കും കേന്ദ്രം അനുമതി നൽകിയിരുന്നു. പദ്ധതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കേന്ദ്രം വ്യക്തമാക്കുന്ന പദ്ധതികൾ ഇങ്ങനെയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി യോഗത്തിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. 320 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 പ്ലാൻ 2007 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് അനുബന്ധമായാണ് പുതിയ പദ്ധതി വരുന്നത്. പുതുതായി തന്നെ അണക്കെട്ട് നിർമ്മിക്കില്ല, പകരം തന്നെ നിലവിലെ പ്ലാന്റിന് സമീപത്ത് നിന്നുകൊണ്ട് പ്രത്യേക ഭൂഗർഭ പൈപ്പുകളിലൂടെ തന്നെ ജലം കടത്തിവിട്ടുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഏകദേശം 3200 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി തന്നെ കണക്കാക്കപ്പെടുന്നത്. 60 ഹെക്ടർ ഭൂമിയും പദ്ധതിക്കായി തന്നെ ഏറ്റെടുക്കും. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. 2400 കോടി രൂപ ചിലവിട്ടുകൊണ്ട് ഇന്ത്യ 2007 ദുൽഹസ്തി സ്റ്റേജ് 1 പദ്ധതി പൂർത്തിയാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി തന്നെ 70 മീറ്റർ ഉയരത്തിലും 186 മീറ്റർ വീതിയിലുമുള്ള അണക്കെട്ട് ഇന്ത്യ നിർമ്മിച്ചിരുന്നു. ചെനാബ് നദിയിൽ നിന്നുകൊണ്ട് അവിടെ വഴിതിരിച്ചു വിടുന്ന ജലം 9.5 കിലോമീറ്റർ ദൂരത്തുള്ള ഭൂഗർഭ അറയിലൂടെ തന്നെ കടത്തിവിട്ട് വൈദ്യുതി ഉൽപാദന ശേഷി അത് തിരികെ ആ ഒരു നദിയിലേക്ക് തന്നെ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ പ്രതിവർഷം 2000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്ത്യ ഇപ്പോൾ ശരാശരി ഉൽപ്പാദിപ്പിക്കാനായി ഒരുങ്ങുന്നത്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഈ വൈദ്യുതി എത്തിക്കുന്ന നോർത്തേൺ പവർ ഗ്രിഡിന്റെ ഒരു നിർണായക ഭാഗം കൂടിയാണ് പുതിയ പദ്ധതി എന്നത്. മാത്രമല്ല, ഇത് യാഥാർത്ഥ്യമായാൽ വ്യവസായ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഇന്ത്യക്ക് കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയ പദ്ധതി ഇപ്പോൾ സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നതാണ് പാകിസ്ഥാൻ ആരോപണം. ഇന്ത്യയുടെ നീക്കം പ്രാദേശിക സഹകരണത്തിന് തടസ്സമാണ്, രാജ്യത്തെ താഴ്ന്ന പ്രദേശങ്ങളെ വരൾച്ചയിലേക്ക് നയിക്കുമെന്നും പാകിസ്ഥാൻ ഇതിലൂടെ തന്നെ ആരോപിക്കുകയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയത്. പുതിയ പദ്ധതി ചെനാബ് നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ അനുസരിച്ച് തന്നെയും നിലവിലുള്ള കരാറിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ സിന്ധു നദീജല കരാറിൽ നിന്നുകൊണ്ട് ഇന്ത്യ പിന്മാറിയാൽ അതിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതില്ല എന്നും പുതിയ പദ്ധതികളെക്കുറിച്ച് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കുകയാണ് വേണ്ടതെന്നും പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.